ഈ കയ്യിലിരിക്കുന്ന ചെറിയൊരു പെട്ടി ഉണ്ടല്ലോ, അത് ഞാൻ രണ്ടാമത് വാങ്ങിയതാണ് കേട്ടോ, തീർന്നിട്ട്. ആദ്യത്തത് ഈ മോയ് ബൈ നൈക്ക, അങ്ങനെയല്ലേ പേര്, ആ ഒരു പെർഫ്യൂമായിരുന്നു കേട്ടോ. ആദ്യം തീർന്നപ്പോൾ ഞാൻ വേറെ വാങ്ങിച്ചു മണം, പക്ഷെ അതൊന്നും എനിക്ക് സെറ്റായില്ല കേട്ടോ. ഇത് തന്നെയാണ് അടിപൊളി. ഇത് ഞാൻ അടിച്ചുകൊണ്ട് എവിടെ പോയാലും ആൾക്കാരോട് ചോദിക്കും നല്ല സ്മെല്ലല്ല, ഏത് പെർഫ്യൂമാണെന്ന് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നല്ല പെർഫ്യൂമാണ്. ഇത് അടിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പം നമ്മളുടെ ആ വിയർപ്പൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടൊരു മണം വരും. അത് അടിപൊളിയാണ്. പിന്നെ സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷ് കേട്ടോ, നല്ലതാണ്. ഡോട്ട് ആൻഡ് കീയുടെ ഇതും നല്ലതാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയാക്കി ആവുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഓക്കെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയറൊക്കെ റിപ്പയർ ആയി വരുന്നുണ്ടെന്നുള്ളത്. ഇത് ഒരെണ്ണം ഫുള്ള് ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്തത് പർച്ചേസ് ചെയ്തത്. പിന്നെ ഈ ബയോഡെർമയുടെ ഈ ഒരു മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ. ഞാനിത് രണ്ടാമതും വാങ്ങിച്ചതാണ്. ഞാൻ ഫേസിൽ ഇപ്പോൾ അതായത് ഇടുന്നത്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത് ദാണ്ട് ഈ ഒരു അണ്ടർ ഐ ക്രീമും പിന്നെ ഞാനൊരു സൺസ്ക്രീനുമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് വന്നത് രണ്ടും സൺസ്ക്രീനാണ്. ഇതിപ്പോൾ എന്താ ചെയ്യുക, നോക്കണം എടുത്തു വെച്ച്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലമ്മിൻ്റെ ഈ ഒരു അണ്ടർ ഐ ക്രീമായിരുന്നു കേട്ടോ. അത് തീർന്നപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എന്തിനാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. റിട്ടേൺ അടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ റിട്ടേൺ അടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. നല്ല ഭംഗിയാണ്. ഷോളിന് നീളമില്ല കേട്ടോ. ഇവരെന്തിനാ ഈ ഷോൾ ഇങ്ങനെ വെറുതെ കൊടുത്തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.